കേരളത്തിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നതായി CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നു. അപകടകരമായ ആശയത്തെ ഗൗരവത്തോടെ കാണണമെന്നും കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെന്നും P. ജയരാജൻ പറഞ്ഞു. അടുത്ത മാസം പുറത്തിറങ്ങുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു ജയരാജന്റെ മറുപടി. P. ജയരാജന്റെ മറുപടിയിലേക്ക് നമുക്ക് വരണം. അതിനു മുൻപ് അർജുൻ കല്യാടിനോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. അർജുൻ കല്യാട്, ഗുഡ് ഈവനിംഗ്. P. ജയരാജൻ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന വാക്കുപയോഗിക്കുമ്പോൾ അത് സെലക്റ്റീവായിട്ടുള്ള ഒരു ചോയ്സ് ആണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? സുജിയ, P. ജയരാജൻ ഈ ഒക്ടോബറിൽ പുറത്തിറക്കുന്ന കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകത്തിൻ്റെ ഭാഗമായി നടന്നിട്ടുള്ള ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആ പരാമർശം അതീവ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. കാരണം CPM-ൻ്റെ ഒരു നേതാക്കളും ചരിത്രത്തിൽ വളരെ അപൂർവം ചില നേതാക്കൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നു എന്ന കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുള്ളത്. എന്നാൽ P. ജയരാജനെ പോലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇത്തരത്തിലൊരു പരാമർശം ഇപ്പോൾ നടത്തുമ്പോൾ അതിനകത്ത് ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മുസ്ലിം രാഷ്ട്രീയ പ്രീണനം ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പരാമർശം ഇപ്പോൾ ഉയരുന്നതും. അതിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കേരളത്തിലെ യുവാക്കളെ, പ്രത്യേകിച്ച് മുസ്ലിം യുവാക്കളെ ഇത്തരത്തിൽ മതഭീകരവാദ സംഘടനകൾ ആകർഷിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ അഭിമുഖത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നു എന്നുള്ള കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അതിനു പുറമെ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് യുവാക്കൾ വഴിതെറ്റി സഞ്ചരിക്കുന്നുണ്ട്, ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നു എന്ന കാര്യം കൂടി P. ജയരാജൻ സമ്മതിക്കുന്നുണ്ട്. ഇത് അപകടകരമായ ആശയമാണ്, അതിനെ ഗൗരവത്തോടു കൂടി തന്നെ കാണണം. അത്തരത്തിലൊരു പരാമർശം അദ്ദേഹം നടത്തുമ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ CPM-ൻ്റെ പ്രമുഖരായ മറ്റ് നേതാക്കളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു മതരാഷ്ട്രീയ അല്ലെങ്കിൽ മത തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനത്തെ, IS പോലുള്ള സംഘടനകളുടെ പ്രവർത്തനത്തെ അത്തരത്തിൽ ഒരു പൊതുവേദി അല്ലെങ്കിൽ പൊതുവായി തന്നെ ഒരു സമ്മതിക്കുന്നില്ല. കേരളത്തിലെ യുവാക്കൾ അത്തരത്തിൽ IS-ലേക്ക് ചേർന്നു എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ അതിനെ ഒരു പരസ്യമായി സമ്മതിക്കുന്ന ഒരു നില മറ്റ് CPM നേതാക്കൾ ആരും തന്നെ സ്വീകരിച്ചിരുന്നില്ല. എന്നാൽ P. ജയരാജൻ ഇപ്പോൾ അത്തരത്തിൽ അതിൻ്റെ തെളിവുകൾ ഉൾപ്പെടെ ഈ പുസ്തകത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതികരണത്തോട് ചേർത്ത് നിർത്തിയാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ P. ജയരാജൻ ഈ അഭിമുഖത്തിന്റെ ഭാഗമായി പങ്കുവയ്ക്കുന്നുണ്ട്. അർജുൻ കല്യാട്, നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം. എന്നിട്ട് ഞാൻ വീണ്ടും അർജുനിലേക്ക് വരാം. തീവ്ര ഇസ്ലാമിക സംഘടനകൾക്കെതിരായ ഈ തുറന്നു പറച്ചിലിൽ CPIM നേതൃത്വം വെട്ടിലാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. ഇന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു വലിയ പ്രശ്നമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലടക്കം ചില ചെറുപ്പക്കാർ വഴിതെറ്റിപ്പോയി ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ കുറച്ചു കാലത്തെ ഈ ന്യൂനപക്ഷ സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചലനങ്ങൾ, ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് തയ്യാറാക്കിയത്. IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കാശ്മീരിലെ കുപ്വാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ പോയി ഏറ്റുമുട്ടി കൊല ചെയ്യപ്പെട്ടല്ലോ. അതാണ്. അപ്പോൾ അത് ഇന്ത്യൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ് കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതനിരപേക്ഷ ചട്ടക്കൂടിനകത്ത് ജീവിക്കാൻ പറ്റില്ല. അർജുൻ കല്യാട്, ഇത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്വീകരിച്ച നിലപാടുകൾ എങ്ങനെയാണ് ഹിന്ദു വോട്ടുകൾ BJP-യിലേക്ക് ഒഴുക്കിക്കളഞ്ഞത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ ഈ തീവ്ര നിലപാടിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെക്കുറിച്ചുള്ള കൃത്യമായ തുറന്നു പറച്ചിൽ P. ജയരാജൻ CPIM-ന്റെ സംസ്ഥാന സമിതി അംഗം തന്നെ നടത്തുമ്പോൾ, അതും ഒരു സമ്മേളന കാലയളവിൽ നടത്തുമ്പോൾ, അത് പാർട്ടിയെ എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? തീർച്ചയായിട്ടും സുജി, അത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഈ ഒരു പ്രതികരണത്തിൻ്റെ വാർത്താ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമൂഹം ആകെ തന്നെ ഇടതുപക്ഷത്തെ കൈവിട്ടു, അല്ലെങ്കിൽ മുസ്ലിം പ്രീണന സമീപനം ഇടതുപക്ഷത്തിന് ഒരു ഭീഷണിയായി മാറി എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു പശ്ചാത്തലം, സുജി സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി സമ്മേളനം നടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതിനെല്ലാം ഉപരിയായി ന്യൂനപക്ഷ രാഷ്ട്രീയം വലിയ തോതിൽ ഇനി എങ്ങോട്ട്, അല്ലെങ്കിൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൽ ഇനി എന്താണ്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഐക്യപ്പെടൽ ഇടതുപക്ഷത്തിനോട് ഏത് തരത്തിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ ബലപ്പെട്ടു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ് പി ജയരാജൻ അത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം നടത്തുന്ന ചില വാക്കുകൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ പറയുന്ന IS-നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചില യുവാക്കൾ ചെറുപ്പക്കാർ ആകൃഷ്ടരായി വഴിതെറ്റി സഞ്ചരിക്കുന്നു എന്നത് വലിയ തോതിലാണ്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള വാക്ക് തന്നെ അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അതിനകത്തും ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ പേര് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള പേര് കേരളം മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്ന ആ ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹം പറയുന്നത് അതായത് ഈ മുസ്ലിം രാഷ്ട്രീയത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും ഒക്കെയായി ചേർന്നുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ അവർക്ക് കൈകൊടുത്തുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ സമീപനങ്ങളെ ഉൾപ്പെടെ അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം അതിനോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഒരു ചരിത്രം ഉൾപ്പെടെ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ് പുറത്തിറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം അത് പറയുമ്പോൾ കൂടി കേരളത്തിലെ മറ്റ് CPIM നേതാക്കൾ ഇതിനു മുൻപ് എങ്ങും തന്നെ ഇത്തരത്തിൽ ഒരു തുറന്ന് സമ്മതിക്കുന്ന ഒരു നില ഇതിനു മുൻപ് സ്വീകരിച്ചിട്ടില്ല. കാരണം IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് എങ്കിൽ കൂടി ആ കാലഘട്ടത്തിലേക്ക് അതിനെ ഒരു തീർച്ചയായും ഈ പി ജയരാജൻ പറയുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രാധാന്യം. പിടിമുറുക്കുന്നോ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ചോദിക്കുന്നത് CPIM-ന്റെ സംസ്ഥാന സമിതി അംഗമാണ്. അതും കണ്ണൂരിലെയും കാസർകോട്ടെയും യുവാക്കളെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ വാർത്ത ഡെവലപ്പ് ചെയ്ത് വരികയാണ്. അതിന്റെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക്